അങ്ങനെ രാവിലെ കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അനിയത്തി വീട്ടിലുണ്ട്. അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. അന്നേരം കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അവളങ്ങനെ ചായ കുടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത്. എനിക്കെന്തോ ഇവിടുത്തെ അരി ഉണ്ടല്ലോ, അതൊരു 5 മിനിറ്റ് മതി, ഒറ്റ ഫിസിലും മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. എന്നാലും ഞാൻ രാവിലെ തന്നെ ചോറങ്ങ് വെക്കുവേ. എന്താ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ എന്തോ മനസ്സിന് അയ്യോ എനിക്ക് എന്തൊക്കെയോ ജോലി ബാക്കി കിടക്കുന്നു, അങ്ങനൊരു ചിന്തയാണ്. ചോറ് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ചിന്ത അങ്ങ് മനസ്സിൽ നിന്ന് പോവേ. അതുകൊണ്ടാണ് രാവിലെ തന്നെ ചോറ് വെക്കുന്നത്. അങ്ങനെ ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പൂരി എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നേ. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിടണമായിരുന്നു. കുറച്ച് പാത്രമുണ്ട്, അതും കഴുകിയേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുവായിരുന്നേ. അത് ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ നിന്ന് അരിഞ്ഞ് പിന്നെ ഇരുന്നരിഞ്ഞ് എന്തൊരു പാടായി ഇതരിയേ. പണ്ട് വീട്ടിലാണെങ്കിൽ എപ്പോഴും അമ്മമ്മയാണ് ഈ ചക്കക്കുരുവൊക്കെ അരിയുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2-3 വെള്ളത്തിൽ ഞാനിങ്ങനെ പശ ഊറ്റിക്കളവേ. ഇവിടുത്തെ അരിക്ക് നല്ല പശയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചക്കക്കുരു ഇല്ല, അതൊന്ന് വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ വേറെ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇങ്ങനെ എടുക്കുക. അപ്പം നല്ല കറുമുറാന്നും പറഞ്ഞ് കഴിക്കാൻ കിട്ടുവേ. പിന്നെ ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് കുറച്ച് അധികം തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം പൊട്ടിച്ച് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കണമേ. പിന്നാണെങ്കിൽ എനിക്കിവിടെ തേങ്ങ വെട്ടാൻ വെട്ടോത്തിയില്ല കേട്ടോ. ഉള്ളൊരു വെട്ടോത്തിയാണെങ്കിൽ അമ്മ ഇടയ്ക്കൊന്ന് വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്നാണെങ്കിൽ വേറെ തരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എടുത്തുകൊണ്ട് വരാൻ അങ്ങ് മറന്നുപോയി കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ ആ ഇടികല്ലില്ല അതൊക്കെ വെച്ച് ഞാൻ തല്ലിപ്പൊട്ടിച്ചാണ് എടുക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിൽ അത് വട്ടത്തിൽ തന്നെ കിട്ടി കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഈ തേങ്ങ എല്ലാം തിരുമ്മി ഫ്രീസറിലോട്ട് വെക്കട്ടെ കേട്ടോ. അന്നേരം എൻ്റെ വീഡിയോ എല്ലാം കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അന്നേരം ബൈ.